ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 21 അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകമുള്ളവർ ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 21 അധ്യായം യഹൂദയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ അധ്യായങ്ങളിലൊന്നാണ്. യഹോശാഫാത്ത് എന്ന ദൈവഭക്തനായ രാജാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ യഹോരാം രാജാവാകുന്നതോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. മികച്ച ആത്മീയ പാരമ്പര്യവും ദൈവഭക്തനായ പിതാവിൻ്റെ മാതൃകയും ലഭിച്ചിരുന്നിട്ടും യഹോരാം ദൈവത്തോടുള്ള വിശ്വസ്തത ഉപേക്ഷിച്ച് വിഗ്രഹാരാധനയുടെയും അക്രമത്തിൻ്റെയും വഴിയാണ് തിരഞ്ഞെടുത്തത്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും കുടുംബവും രാജ്യവും തകർച്ചയിലേക്ക് നീങ്ങി. ഈ അധ്യായം ഒരു രാജാവിന്റെ പരാജയത്തിന്റെ ചരിത്രം മാത്രമല്ല, ദൈവത്തെ മറക്കുന്ന വ്യക്തിയും സമൂഹവും നേതൃത്വവും എങ്ങനെ നാശത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ശക്തമായ ആത്മീയ മുന്നറിയിപ്പാണ്. അതോടൊപ്പം മനുഷ്യൻ അവിശ്വസ്തനായാലും ദൈവം തൻ്റെ ഉടമ്പടിയോട് എന്നും വിശ്വസ്തനാണെന്ന് ഈ അധ്യായം പ്രഖ്യാപിക്കുന്നു. യഹോരാമിന്റെ അധികാര ആരോഹണവും ആദ്യത്തെ തെറ്റായ തീരുമാനങ്ങളും. യഹോശാഫാത്തിന്റെ മരണശേഷം യഹോരാം രാജാവായി. അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനായി അവൻ സ്വന്തം സഹോദരന്മാരെയും ചില പ്രഭുക്കന്മാരെയും കൊലപ്പെടുത്തി. അധികാരം സംരക്ഷിക്കാനുള്ള ഭയവും സ്വാർത്ഥതയും ക്രൂരതയും നിറഞ്ഞ ഈ നടപടി അവന്റെ ഭരണത്തിന്റെ സ്വഭാവം ആദ്യ ദിവസം തന്നെ വെളിപ്പെടുത്തി. ദൈവം നൽകുന്ന അധികാരം ജനങ്ങളെ സംരക്ഷിക്കാനും നീതി നടപ്പാക്കാനുമുള്ളതാണ്. എന്നാൽ യഹോരാം അധികാരത്തെ സേവനത്തിനുള്ള അവസരമായി കാണാതെ സ്വാർത്ഥ ലാഭത്തിനുള്ള ഉപകരണമായി ഉപയോഗിച്ചു. ഈ സംഭവം ഇന്നത്തെ സമൂഹത്തിനും സഭയ്ക്കും ഒരു മുന്നറിയിപ്പാണ്. അധികാരം, പദവി, നേതൃത്വം എന്നിവ ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. അവയെ മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഭയപ്പെടുത്താനും ഉപയോഗിക്കുമ്പോൾ അത് ദൈവഹിതത്തിന് വിരുദ്ധമാകുന്നു. യഥാർത്ഥ നേതൃത്വം അധികാര പ്രകടനത്തിലല്ല, വിനയത്തിലും ഉത്തരവാദിത്വത്തിലും സേവനത്തിലും പ്രകടമാകുന്നു. തെറ്റായ ബന്ധങ്ങളും ആത്മീയ വീഴ്ചയും. യഹോരാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ആഹാബിന്റെ മകളായ അദല്യയുമായുള്ള വിവാഹമായിരുന്നു. ഈ വിവാഹം രാഷ്ട്രീയപരമായി പ്രയോജനകരമായിരുന്നെങ്കിലും ആത്മീയമായി വിനാശകരമായി. ആഹാബിന്റെ കുടുംബം വിഗ്രഹാരാധനയുടെയും ബാലാരാധനയുടെയും പ്രതീകമായിരുന്നു. അവരുടെ സ്വാധീനത്തിൽ യഹോരാം യഹോവയെ ഉപേക്ഷിക്കുകയും യഹൂദയിൽ വിഗ്രഹാരാധന പ്രചരിപ്പിക്കുകയും ചെയ്തു. ബൈബിൾ പലവട്ടം ഓർമ്മിപ്പിക്കുന്നത് തെറ്റായ കൂട്ടുകെട്ടുകൾ വിശ്വാസ ജീവിതത്തെ ദുർബലമാക്കുമെന്നാണ്. ജീവിത പങ്കാളികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, സാമൂഹിക സ്വാധീനങ്ങൾ എന്നിവ നമ്മുടെ ആത്മീയ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. അതിനാൽ ദൈവഭയത്തോട് ഉള്ള ബന്ധങ്ങളാണ് വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ ഉടമ്പടിയും വിശ്വസ്തതയും. യഹോരാം ദുഷ്ടനായിരുന്നെങ്കിലും ദൈവം യഹൂദ രാജ്യം പൂർണ്ണമായി നശിപ്പിച്ചില്ല. കാരണം ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടി ഓർത്തു. മനുഷ്യന്റെ അവിശ്വസ്തത ദൈവത്തിന്റെ വിശ്വസ്തതയെ ഇല്ലാതാക്കുന്നില്ല. ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. ഈ സത്യം ബൈബിളിന്റെ മുഴുവൻ ചരിത്രത്തിലൂടെയും പ്രതിധ്വനിക്കുന്നു. പുതിയ നിയമത്തിൽ ഈ ഉടമ്പടി യേശുക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. മനുഷ്യർ പാപികളായിരിക്കുമ്പോഴും ദൈവം തന്റെ സ്നേഹം ഉപേക്ഷിച്ചില്ല. ക്രിസ്തുവിലൂടെ അവൻ രക്ഷയുടെ വഴി തുറന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തത മനുഷ്യന്റെ യോഗ്യതയെ ആശ്രയിച്ചല്ല, അവന്റെ കൃപയെ ആശ്രയിച്ചാണ്. ആത്മീയ വീഴ്ചയുടെ ദേശീയ പ്രത്യാഘാതങ്ങൾ. യഹോരാമിന്റെ ഭരണകാലത്ത് ഏദോമും ലിബ്നയും യഹൂദയ്ക്കെതിരെ കലാപം നടത്തി. മുമ്പ് യഹൂദയുടെ ആധിപത്യത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. രാഷ്ട്രീയപരമായി ഇതൊരു ദുർബലതയുടെ അടയാളമായിരുന്നെങ്കിലും ദിനവൃത്താന്തകാരൻ ഇതിനെ ആത്മീയ വീഴ്ചയുടെ ഫലമായി അവതരിപ്പിക്കുന്നു. ഒരു സമൂഹത്തിന്റെ ആത്മീയ ആരോഗ്യം അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതത്തെയും സ്വാധീനിക്കുന്നുണ്ട്. നീതിയും സത്യവും ദൈവഭയവും നഷ്ടപ്പെടുമ്പോൾ സമൂഹത്തിൽ അസ്ഥിരതയും അനീതിയും വിഭജനവും വർദ്ധിക്കുന്നു. അതുകൊണ്ട് ആത്മീയ നവീകരണം വ്യക്തിയിൽ മാത്രമല്ല, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം സൃഷ്ടിക്കുന്നു. പ്രവാചകനായ ഏലിയാവിന്റെ മുന്നറിയിപ്പ്.
യഹോരാമിന്റെ ജീവിതത്തിലെ ശ്രദ്ധേയമായ സംഭവമാണ് പ്രവാചകനായ ഏലിയാവിന്റെ കത്ത്. തന്റെ പാപങ്ങളെക്കുറിച്ച് ദൈവം യഹോരാമിനെ മുന്നറിയിപ്പ് നൽകുന്നു. സഹോദരന്മാരെ കൊലപ്പെടുത്തിയതിനും ജനങ്ങളെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചതിനും ദൈവം ന്യായവിധി പ്രഖ്യാപിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ സ്വഭാവം വ്യക്തമായി കാണാം. ദൈവം ശിക്ഷിക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അവൻ മനുഷ്യന് മാനസാന്തരത്തിനുള്ള അവസരം നൽകുന്നു. എന്നാൽ മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോൾ പാപത്തിന്റെ ഫലങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ന്യായവിധി. യഹോരാമിനെതിരെ ഫെലിസ്ത്യരെയും അറബികളെയും ദൈവം എഴുന്നേൽപ്പിച്ചു. അവർ രാജ്യം ആക്രമിക്കുകയും കൊട്ടാരം കൊള്ളയടിക്കുകയും രാജാവിന്റെ കുടുംബത്തെ തടവിലാക്കുകയും ചെയ്തു. അധികാരവും സമ്പത്തും ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടപ്പോൾ യഹോരാമിന് ഒന്നും രക്ഷിക്കാനായില്ല. ശേഷം അദ്ദേഹത്തിന് ഭേദമാകാത്ത ഒരു ഗുരുതര രോഗം ബാധിച്ചു. ദീർഘകാലം കഠിനവേദന അനുഭവിച്ച ശേഷം അദ്ദേഹം മരിച്ചു. ബൈബിൾ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഹൃദയഭേദകമായ വാക്യങ്ങളിൽ ഒന്നാണ്, അവൻ മരിച്ചപ്പോൾ ആരും അവനെക്കുറിച്ച് ദുഃഖിച്ചില്ല. ഇതൊരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാജയ വിധിയാണ്. അധികാരവും സമ്പത്തും പ്രശസ്തിയും ഉണ്ടായിരുന്നെങ്കിലും ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവും അദ്ദേഹം നഷ്ടപ്പെടുത്തി. യഹോരാമും യേശുക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം. യഹോരാമിന്റെ ജീവിതം യേശുക്രിസ്തുവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം കാണാം. യഹോരാം അധികാരം നിലനിർത്താൻ സഹോദരന്മാരെ കൊന്നു. യേശുക്രിസ്തു മനുഷ്യരെ രക്ഷിക്കാൻ തന്റെ ജീവൻ നൽകി. യഹോരാം ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റി. യേശു മനുഷ്യരെ പിതാവിന്റെ അടുക്കലേക്ക് നയിച്ചു. യഹോരാം സ്വാർത്ഥതയുടെ പ്രതീകമായപ്പോൾ യേശു ത്യാഗസ്നേഹത്തിന്റെ പൂർണ്ണ മാതൃകയായി. ഈ താരതമ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ നേതൃത്വം അധികാരത്തിലല്ല, സേവനത്തിലാണ് എന്നതാണ്. ക്രിസ്തുവിന്റെ നേതൃത്വമാണ് എല്ലാ ക്രിസ്തീയ നേതാക്കൾക്കും മാതൃക. ഇന്നത്തെ സഭയ്ക്കും സമൂഹത്തിനുമുള്ള സന്ദേശം എന്തെന്നാൽ, 2 ദിനവൃത്താന്തം 21-ാം അധ്യായം ഇന്നും അത്യന്തം പ്രസക്തമാണ്. ആത്മീയ പാരമ്പര്യം മാത്രം മതിയാകില്ല. ഓരോ വ്യക്തിയും വ്യക്തിപരമായി ദൈവത്തെ അറിയുകയും അവനോടൊപ്പം നടക്കുകയും വേണം. തെറ്റായ ബന്ധങ്ങളും ദൈവവിരുദ്ധ സ്വാധീനങ്ങളും ആത്മീയ ജീവിതത്തെ തകർക്കും. നേതൃത്വം വിനയത്തോടും നീതിയോടും സേവന മനോഭാവത്തോടും കൂടെ ആയിരിക്കണം. പാപത്തിന് എപ്പോഴും ഫലമുണ്ട്, എന്നാൽ ദൈവത്തിന്റെ കൃപ മാനസാന്തരത്തിനുള്ള വഴി തുറന്നു വെക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം എത്ര സമ്പത്ത് സമ്പാദിച്ചു എന്നല്ല, എത്ര പേർക്ക് അനുഗ്രഹമായി തീർന്നു എന്നതിലാണ്. മരിച്ച ശേഷം ആളുകൾ നമ്മെ എങ്ങനെ ഓർക്കുമെന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തിലേക്കുള്ള പ്രധാന ചോദ്യമാണ്. മരിച്ച ശേഷം ആളുകൾ നമ്മെ എങ്ങനെ ഓർക്കുമെന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള പ്രധാന ചോദ്യമാണ്. 2 ദിനവൃത്താന്തം 21-ാം അധ്യായം മനുഷ്യന്റെ പാപവും ദൈവത്തിന്റെ വിശ്വസ്തതയും ഒരേ സമയം വെളിപ്പെടുത്തുന്ന അധ്യായമാണ്. യഹോരാമിന് നല്ല കുടുംബവും ആത്മീയ പാരമ്പര്യവും രാജ്യത്വവും ലഭിച്ചു. എന്നാൽ ദൈവത്തെ ഉപേക്ഷിച്ചതിനാൽ അവൻ തന്റെ ജീവിതവും കുടുംബവും രാജ്യവും തകർച്ചയിലേക്ക് നയിച്ചു. എന്നിരുന്നാലും ദൈവം ദാവീദിനോടുള്ള തന്റെ ഉടമ്പടി ഉപേക്ഷിച്ചില്ല. ആ ഉടമ്പടിയുടെ പരിപൂർണതയാണ് യേശുക്രിസ്തു. ഈ അധ്യായം ഓരോ വിശ്വാസിയെയും ആത്മപരിശോധനയിലേക്ക് വിളിക്കുന്നു. നാം ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുകയാണോ? നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ നേതൃത്വം മറ്റുള്ളവർക്ക് അനുഗ്രഹമാണോ? നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ആളുകൾ നമ്മെ എങ്ങനെ ഓർക്കും? അതിനാൽ 2 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിന്റെ പ്രധാന സന്ദേശം ഇതാണ്: ദൈവത്തെ ഉപേക്ഷിക്കുന്ന ജീവിതം താൽക്കാലിക വിജയങ്ങൾ നേടിയാലും ഒടുവിൽ തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവർക്ക് അവന്റെ കൃപയും വിശ്വസ്തതയും എന്നും നിലനിൽക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.